ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിയോസ് ഫാമിങ്ങിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറുള്ള തൃപ്രയാർ ചെമ്മാപ്പള്ളി എന്ന സ്ഥലത്തുള്ള സിജിലിക്കയുടെ ഫാമിലാണ്. അപ്പോൾ സിജിലിക്കയ്ക്ക് ഇപ്പോൾ ആട് ഫാമും അതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്ന ഫാമുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അദ്ദേഹം ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആട് ഫാമിലാണ്. അപ്പോൾ ഓരോ കർഷകരും നിർബന്ധമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ആട് വളർത്തലിൽ സാധാരണയായിട്ട് കർഷകരിപ്പോൾ പാലിന് വേണ്ടിയിട്ടും മാംസത്തിന് വേണ്ടിയിട്ടാണ് ആടുകൾ വളർത്തുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറിട്ട ഒരു രീതി ആണ് ഇപ്പോൾ സിജിലിക്ക ചെയ്യുന്നത്. എന്താണ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിജിലിക്ക പുതിയ ആട് ഫാമിൻ്റെ പുതിയ വിശേഷങ്ങളൊന്ന് പറയാമോ? ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആടാണിത്. ഇതിൻ്റെ പേര് ഹൈദരാബാദി ബിറ്റൽ എന്നാണ്. ഇതൊരു പ്യുവർ ബ്രീഡ് എന്ന് പറയാൻ പറ്റില്ല, ക്രോസ് ബ്രീഡാണ്. അനേകം ബ്രീഡുകളിൽ നിന്ന് സമന്വയിപ്പിച്ച് ഒരു ക്രിയേറ്റിവിറ്റിയിലൂടെ ഉണ്ടാക്കിയ ഒരു ബ്രീഡാണിത്. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു വിപണന സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നിലവിൽ കുട്ടികൾ കൊടുക്കാനില്ല, ഇറങ്ങുമ്പോൾ തന്നെ ബുക്കിംഗ് ആണ്. പിന്നെ ഞങ്ങളുടെ വിപണനം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെയാണ്. ഞങ്ങൾക്കൊരു ചാനലുണ്ട്, സോന ഗോഡ് ഫാം. അതിലൂടെയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. ഇപ്പോൾ സാധാരണ ഒരു നാടൻ ആടുകൾക്ക് ഒരു 3 മാസത്തെ കുട്ടികൾക്ക് 3000 രൂപ 4000 രൂപ കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 10 തൊട്ട് 30,000 40,000 രൂപ വരെ ലഭിക്കാറുണ്ട്. അതാണ് ഈ ആട് വളർത്തൽ കൂടുതൽ. ആട് വളർത്തൽ, അതായത് പരിമിതമായ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കുക, അതാണ് നമ്മളുടെ ഇത് ഏറ്റവും വലിയ എയിം. ഇപ്പോൾ കർഷകർ കൂടുതലും ആടുകൾ വളർത്തുന്നുണ്ട് പാലിന് വേണ്ടിയിട്ടും ഇറച്ചിക്ക് വേണ്ടിയിട്ടും. അതിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഫാൻസി ആട് വളർത്തും എന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇതിലൂടെ കൂടുതൽ കർഷകർക്ക് കൂടുതൽ ലാഭം കിട്ടും തീർച്ചയായും. ഇതിലിപ്പോൾ ഓരോ നമ്മളുടെ വിപണന സാധ്യതയ്ക്ക് അനുസരിച്ച് മാത്രമാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ആടുകൾ നമ്മൾ വളർത്തിയിട്ട് കാര്യമുള്ളൂ. ചില സ്ഥലങ്ങളിൽ മാംസത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നു, ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ള ആടുകളെ വളർത്താണ് അവർക്ക് ലാഭം. ചില ആളുകൾ മാറ്റിങ്ങിന് വേണ്ടി നിർത്താറുണ്ട് മുട്ടനെ. 500 തൊട്ട് 5000 10,000 വരെ മാറ്റിങ്ങിന് വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പാലിന് വേണ്ടി വിൽക്കുന്നു, ആടിനെ വളർത്തി വിൽക്കുന്നു, പാല് വിറ്റുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ പല ഇതാണ്. നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണ്. ഏകദേശം ഒരു 2.5 മാസം 3 മാസം എത്തുമ്പോൾ കുട്ടികളെ നമ്മളൊരു 10,000 തൊട്ട് അതിന് മേലേക്കുള്ള റേറ്റിൽ നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മൾ പല കർണാടക, ഹൈദരാബാദ് പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. തമിഴ്നാട് നേരിട്ടാണ്. നമ്മൾ അധികം ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചെയ്യാറില്ല. കാരണം ഈ ട്രെയിനിലാണ് കയറ്റി അയക്കേണ്ടത്. അത് ചെറിയൊരു തലവേനയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഏജന്റുമാരൊക്കെ ഉണ്ട്. 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അധികം തുനിയാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മൾ പശു വളർത്തൽ കൂടിയുണ്ട്. അപ്പോൾ സമയം കുറവാണ്. നമുക്കൊരു വില എന്ന് പറയുന്നത് ഒരു 3 മാസങ്ങൾക്ക് ശേഷം അതിന് അനുസരിച്ചിട്ടുള്ള ഒരു വില ഈടാക്കുന്നതാണ്. ഇതിനൊരു മോഹവിലയാണ്. അതായത് ഇത് പെറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള പട്ടികളുണ്ട്. ആ പട്ടികൾക്ക് സത്യം ഇറച്ചി ആവശ്യത്തിനല്ലല്ലോ വളർത്തുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു ക്രൈസുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ക്രൈസുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആടുകൾ വാങ്ങുന്നത്. അതിന് മോഹവില കൊടുത്ത് 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെ ഒക്കെ ആടുകൾ ഉണ്ട്. സെയിലില് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നതനുസരിച്ച് ബുക്കിംഗ് ആവും. നമുക്ക് എൻക്വയറി 2 3 4 ഒക്കെ എൻക്വയറി ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്കറ്റിംഗ് ഒരു വിഷയമില്ല. അപ്പോൾ എല്ലാവരും ഇതാണ് ഇവിടുത്തെ മെയിൻ മുട്ടൻ. ഹൈദറാണ്. ഇപ്പോൾ ഒരു 5 വയസ്സായി ഇവന്. ഇവന് ഇപ്പോൾ 22 ഇഞ്ച് ചെവിയുണ്ട്. പിന്നെ ഗുലാബിയാണ്, പിങ്ക് സ്കിൻ. ഏകദേശം എത്ര മീറ്റർ വരും ഇപ്പോൾ ചെവി? ഇപ്പോൾ ഇവന് 22 ഇഞ്ച് ചെവി കഴിഞ്ഞു. ഒരു 8.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ 22 എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം 22 ഇഞ്ച് ചെവിയുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ഒട്ടില്ലാത്ത ചെവിയാണ്, റിങ്കിൾസ് ഫ്രീ ആണ്. കണ്ടോ, 8.5 ഇഞ്ച് വീതിയും കണ്ടോ. ഇതിൻ്റെ ഒട്ടില്ല, പിങ്ക് സ്കിന്നാണ്. ഉണ്ട്. പിന്നെ ഇവൻ സൗമ്യശീലനാണ്. ഇവന്റെ പേരാണ് ഹൈദർന്ന്.
നമ്മൾ വളരെ ചെറുപ്പത്തിൽ ഇവിടെ വന്ന കാരണം ഒരു 6 മാസത്തിന് മുമ്പ് തന്നെ ആള് വന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെയാണ് ഇപ്പോൾ സിജിലിക്കട ആട് വളർത്തലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും കുട്ടികളെ വേണമെങ്കിൽ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം, വേണമെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത്. ഓക്കെ, മതിയല്ലേ? പഞ്ച് ഫേസ് ആണ്. പഞ്ച് ഫേസ് എന്ന് പറഞ്ഞാൽ അതായത് ആടിയുന്തി മൂക്ക് ഉള്ളിലേക്ക് അങ്ങനത്തെ മോഡൽ പലതരം ഇതിലുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ ബാംഗ്ലൂർ ബ്രീഡ് അങ്ങനെ ഇതാക്കാൻ പറ്റും ഇതിനെ. ബാംഗ്ലൂർ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ കൂടുതലും ഒരു ബ്രൗൺ കളറുള്ള ആടുകളാണ്. ബേസിക്കലി അവര് ജമുനാപാരി എന്നാണ് പറയാ, ഹൈദരാബാദി ബീറ്റൽ. അവര് അവരുടെ ഒരു ഇതിന്റെ ദേശത്തിന്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതാക്കുന്നതാണ്. അത്ര തന്നെയുള്ള വ്യത്യാസം. ഏകദേശം എല്ലാതും പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഹൈദരാബാദി ബീറ്റൽ എന്ന് അറിയപ്പെടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലോങ് ഇയർ ഗോട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്, പിന്നെ ജമുനാപാരി ഗോട്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാം ചെവി നീട്ടുള്ള ആടുകളാണ്. അപ്പൊ പേരിൽ വലിയ ഇതല്ല, ചെവിക്ക് നീളത്തിനും അതുപോലെ തന്നെ അതിൽ തന്നെ വൈറ്റ് കളറിനാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പൊ നമ്മളുടെ കുട്ടികളൊക്കെ മാക്സിമം നമ്മളുടെ വിറ്റ് പോകുന്നത് കൂടുതലും വൈറ്റ് കളറിലാണ്. അപ്പൊ അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എണ്ണം നന്നാക്കി കമ്പനി